നമസ്കാരം. സ്വയം തിരിച്ചറിവ് വരുന്ന ഒരു പ്രായമുണ്ട് ചെറിയ കുഞ്ഞിലെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്ന പ്രായത്തിൽ നമ്മൾ എപ്പോഴും സൈക്കിളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും മേളിൽ ആകാശത്തൂടെ ഇങ്ങനെ വിമാനമൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര അതിനെ നമ്മൾ നോക്കി കാണും. അതുപോലെ നമ്മുടെ മുന്നിലൂടെ കാറ് പോകുമ്പോൾ ബൈക്ക് പോകുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് എപ്പോഴും നമ്മുടെ പാരൻസ് നമുക്ക് വാങ്ങിച്ചു തരിക സൈക്കിളായിരിക്കും. സൈക്കിൾ വാങ്ങിച്ചു തരും, ചെറിയ പൈസക്ക് സൈക്കിൾ കിട്ടും. പക്ഷെ ബൈക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് കുറച്ചുകൂടി ഏജ് ആകുന്ന സമയത്താണ്, നമുക്കൊരു +1 +2 ഒക്കെ എത്തുന്ന സമയത്താണ് നമുക്ക് ബൈക്ക് നമുക്ക് കിട്ടുക. ചില പാരൻസ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ചിലർക്ക് വാങ്ങിക്കാനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അവരെന്നെ സ്വയം പണിയെടുത്തിട്ട് വാങ്ങിക്കാറുണ്ട്. എല്ലാ ആൾക്കാരും, ഒട്ടുമിക്ക ആൾക്കാരും ബൈക്ക് വാങ്ങിക്കാറുണ്ട്. എന്നാൽ കാർ എന്ന് പറയുന്നത് അവരുടെ ജീവിതാഭിലാഷമാണ്. കാറ്, വീട്, ഇതൊക്കെ ജീവിതാഭിലാഷമാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാറൊക്കെ. ഒരു നല്ലൊരു കാറ്, ഒരു പുത്തൻ കാറ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കും. ഇപ്പോൾ കാർ വാങ്ങിക്കുക, കാറുള്ളവരുണ്ടാവും, എന്നാൽ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. എൻ്റെയും ഇതുപോലൊരു വലിയൊരു ഡ്രീമായിരുന്നു കാറ് വാങ്ങിക്കുക. ഒരു ബൈക്ക് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യകാലം, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ് ബൈക്ക്. പക്ഷേ കാറും ഇതേപോലെ എനിക്കൊരു ആഗ്രഹമായിരുന്നു, നല്ലൊരു ഡ്രീം കാറ്. അങ്ങനെ ഒരു ഡ്രീം കാർ ആഗ്രഹിച്ച് പിൽക്കാലത്ത് ഞാനത് സ്വന്തമാക്കി. പക്ഷേ ടൈം എടുത്തു, ഒരുപാട് വർഷങ്ങൾ സമയം എടുത്തിട്ടാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആഗ്രഹിച്ചത് ഏതോ 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് ആഗ്രഹിച്ചത്. പക്ഷെ അച്ചീവ് ചെയ്യുന്ന 15 വർഷങ്ങൾക്ക് ഇപ്പുറം എനിക്കത് അച്ചീവ് ചെയ്യാൻ, ഈസിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. നിർഭാഗ്യവശാൽ എൻ്റെ കാറിന് ലോൺ ഉണ്ട് ഇപ്പോൾ. എന്നാൽ ഞാനിന്ന് നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരാൻ പോവാണ്. ഈ സീക്രട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ചിന്താഗതിയുള്ള ആൾക്കാർ കാർ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലോണും ഇല്ലാതെ ഫുള്ളി പെയ്ഡ് നിങ്ങൾക്ക് കാർ വാങ്ങിക്കാൻ പറ്റും. എത്ര മാറ്റി വെക്കണമെന്ന് പറയാം? വെറും 100 രൂപയ്ക്ക്. അപ്പോൾ 100 രൂപ മാറ്റി വെച്ച് എങ്ങനെ ഒരു ഫുള്ളി പെയ്ഡ് കാർ, ഒരു 10-15 ലക്ഷം രൂപയുടെ കാർ എങ്ങനെ നമുക്ക് ലോൺ ഇല്ലാതെ വാങ്ങിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അവിടെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേഷനായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ 100 രൂപ മാറ്റി വെച്ചിട്ട് എങ്ങനെ ഈ 10-15 ലക്ഷം രൂപ വിലയുള്ള കാർ നമുക്ക് വാങ്ങിക്കാമെന്നാണ്. ചിലരുടെ ആഗ്രഹം 15 ലക്ഷത്തിലെ കാറായിരിക്കില്ല, ചിലരുടെ ആഗ്രഹം അതിനൊക്കെ മേളിലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കൊരു 800 കാറ് ഒക്കെ ആയിരിക്കും നമ്മുടെ ആഗ്രഹം. എൻ്റെ അതന്നെ ആയിരുന്നു ആഗ്രഹം, മാരുതിയുടെ 800 വാങ്ങിക്കുക. ഒരു സ്റ്റെപ്പ് നമ്മൾ നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ, ആ സ്റ്റെപ്പിലേക്ക് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം. കാരണം ഒരു കുഞ്ഞ് താഴെ വീഴും, ജനിച്ച സമയത്ത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതങ്ങനെ ഒന്ന് നടക്കാൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ നടന്നു പോയിക്കോളൂ, അത് ഏത് സൈഡിലൂടെ വേണം നടന്നു പോയിക്കോളൂ. അതേപോലെ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾക്ക് അവിടുന്ന് പിന്നീട് പൈസ കിട്ടും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ആരെങ്കിലും പറഞ്ഞ്, ഈ പൈസക്കാർ എപ്പോഴും പൈസക്കാരായിക്കൊണ്ടിരിക്കുകയാണ്, അവരൊരിക്കലും ദരിദ്രവാസിയായിട്ട് താഴത്തെ ആ തട്ടിലേക്ക് പോകുന്നില്ല. അത് ഒന്നുമില്ലാത്ത വട്ടപൂജ ആവുന്നില്ല. 100% ഇല്ലെന്നല്ല, ഒരു 99% സാധ്യതയില്ല. പക്ഷേ ചില ശതമാനം ആൾക്കാർ അങ്ങനെ ആവുന്നുണ്ട്. അവരുടേതായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്, ചില ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ്. 99% കേസിലും അങ്ങനെ ആവാറില്ല. അവരെപ്പോഴും പണമുള്ളവൻ എപ്പോഴും വീണ്ടും പണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അവനിങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സിസ്റ്റമാറ്റിക്കായി ചിന്തിക്കുന്നു, പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതാണ്. അപ്പോൾ എന്താണ് അവർ സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. അത് കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോകും. ഈ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇത് ഒരു SIP കാൽക്കുലേറ്ററാണ്. SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിച്ച് മാസം അല്ലെങ്കിൽ ഡെയിലി നമ്മൾ നിങ്ങൾ നിക്ഷേപിച്ച് അതൊരു സെർട്ടൈൻ ടേം എത്തുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊസീജിയറും. ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, ഒരു ദിവസം 100 രൂപ മാറ്റി വെച്ച് ഒരു മാസം ആകുമ്പോഴേക്ക് 3000 രൂപയായി. ഈ 3000 രൂപ കൊണ്ടുപോയിട്ട് നമ്മളൊരു SIPയിൽ നിക്ഷേപിക്കുകയാണ്. ഇങ്ങനെ നിക്ഷേപം നമ്മൾ തുടർന്നു. ഈ നിക്ഷേപം 15 വർഷത്തേക്ക് നമ്മൾ തുടർന്നു. 15 വർഷം കഴിയുമ്പോൾ ഈ നമ്മൾ നിക്ഷേപിക്കുന്ന 3000 രൂപ വെച്ചിട്ട് 15 വർഷം കഴിയുമ്പോൾ നമുക്ക് ആകെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിയുന്നത് 5,40,000 രൂപയാണ്. 5,40,000 റുപ്പീസ് കംപ്ലീറ്റ് ചെയ്യും. 15 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവും. അതിനോടൊപ്പം എസ്റ്റിമേറ്റഡ് നമുക്കൊരു 12% മിനിമം ആവറേജ് റിട്ടേണിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ 9,73,000 രൂപ നമുക്ക് റിട്ടേൺ കിട്ടും. അങ്ങനെ ടോട്ടൽ നമ്മുടെ എമൗണ്ട് 15,13,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് ആലോചിച്ചൊക്കെ 5,40,000 രൂപ 15,13,000 രൂപയായിട്ട് മാറുന്ന ഒരു സിസ്റ്റം കണ്ട. അപ്പോൾ കാശുകാരൻ എങ്ങനെയാണ് കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ? ചെറിയ എമൗണ്ട് ആയിരിക്കും അവൻ്റെ കയ്യിലുണ്ടാവും. ആ എമൗണ്ട് ചെറുതായിട്ട് അവൻ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നിക്ഷേപിക്കും. എനിക്കിത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു. ഞാൻ ഒരുപാട് നിങ്ങളോട് വീഡിയോ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടാവും ഒരുപാട് തവണ. ഞാൻ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധികാരികമായിട്ട് എൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സാധനത്തിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് യാതനകളും വേദനകളും കഷ്ടപ്പാടും വിഷമങ്ങളും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടിയതിന് ശേഷം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾക്കൊരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഒരു ഫണ്ടമെൻ്റലി നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ.
ഒരേ ഒരു ഷോർട്ട് കട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. 1 രൂപയാണെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, 100 രൂപയെങ്കിൽ 100 രൂപ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് 500 രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്തു, നാളെ ഇല്ല എന്നല്ല, സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 100 രൂപയെങ്കിൽ 100 രൂപ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് താഴെ വീണ് പോയി, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വീട്ടിൽ കുറച്ച് പിരിവുകാർ വന്നു, അവർക്ക് 500 രൂപ കൊടുത്തു, നമ്മളതിനെക്കുറിച്ച് ഓർക്കാറില്ല, അയ്യോ എൻ്റെ 500 പോയാലും ഓർക്കാറില്ല. അതേപോലെയുള്ളൊരു ഫിഗർ, നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഫിഗർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് 500 ആവാം, 100 ആവാം, 1000 ആവാം, 2000 ആവാം, 10,000 രൂപ വരെ ആവാം, പോയാൽ കുഴപ്പമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആ 10,000 രൂപ എടുത്തിട്ട് ഈ പറഞ്ഞ SIPയിലേക്ക് നിക്ഷേപിക്കുക. എല്ലാ മാസവും തുടരുക സിസ്റ്റമാറ്റിക്കായിട്ട്. മാസങ്ങൾ പെട്ടെന്ന് പോകും. ഇപ്പോൾ 2023 സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്, മനസ്സിൽ. ഇപ്പോൾ അതാ എൻഡായി, 2024 എത്തി. എത്ര പെട്ടെന്ന് ആ ഇയർ കഴിഞ്ഞു പോകുന്നത് അറിയും. വളരെ ഷോർട്ടായിട്ടുള്ള സമയം കൊണ്ട് ഇയർ ഇങ്ങനെ കഴിഞ്ഞു പോകും. ആ സമയം കൊണ്ട് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എത്ര പൈസ നമ്മുടെ കയ്യിലുണ്ടായേനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസ് ഞാൻ എടുത്തു നോക്കി, അതൊരു വലിയൊരു കേസ് സ്റ്റഡീസാണ്. വെറുതെ ഇൻവെസ്റ്റ് ചെയ്താൽ 6,000 റുപ്പീസ്, ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയോ 18,000 രൂപ എത്തി. 6,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കൂടുതൽ എമൗണ്ട് അതിലേക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആകുമായിരുന്നു. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്, വീഡിയോകൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതൊന്ന് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട്. അതൊരു വലിയൊരു ഗ്യാപ്പാണ്. ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ശരിക്കും അറിയും. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയാം. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയാം, SIPനെ അറിയാം. ഇതുവരെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഭൂരിഭാഗം ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ പറയുക, നമ്മുടെ മൈൻഡിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പൈസ ഇല്ലായിട്ടല്ല, 100 രൂപ നമ്മുടെ കയ്യിലുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാൻ 100 രൂപയുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 500 രൂപയുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികം, എല്ലാവർക്കും ഉള്ള, ഇതെനിക്കുള്ള പ്രോബ്ലം തന്നെയാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കൃത്യമായ ഒരു ചിട്ടയോട് കൂടിയിട്ട് നമുക്ക് മാനസികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ 3,000 രൂപ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് 18% നമുക്ക് ആവറേജ് റിട്ടേണിൽ നമുക്ക് 15 വർഷം കഴിയുമ്പോൾ 5,40,000 ആവും. അതിന് റിട്ടേൺ ആയിട്ട് 9,73,000 രൂപ കിട്ടും. ടോട്ടൽ 15 ലക്ഷം രൂപയും ഇഷ്ടമുള്ള വാഹനം നമുക്ക് വാങ്ങിക്കാം. നമ്മൾ നിരത്തുകളിൽ കാണുന്ന എല്ലാ കാറുകളും ഏകദേശം ഒരു ലെവലിലുള്ള കാറുകൾ വാങ്ങിക്കാം. ഇനി ആഗ്രഹങ്ങൾ കുറച്ച് വലിയ കൂടിയ വാഹനങ്ങൾ ലൈക്ക് BMW, Audi, Benz ഇതൊക്കെ ആഗ്രഹിക്കും. ഓൾമോസ്റ്റ് വരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പിന്നീട് കൂടിക്കൊണ്ടിരിക്കും. ആഗ്രഹം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ 2 കേസുകൾ സംഭവിക്കാം. ഒന്നുകിൽ ഈ ഒരു കേസിൽ ഈ 12% എന്നുള്ള റിട്ടേൺ ആവറേജ് ഒരു 15% ചില ഘട്ടങ്ങളിൽ കിട്ടാറുണ്ട്. അപ്പോൾ അത് 15% നിങ്ങൾക്ക് ഇൻ കേസ് കിട്ടിയാൽ അവിടെ നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കും. അവിടെ നിങ്ങൾക്ക് ഏകദേശം 20 ലക്ഷം രൂപ, 5 ലക്ഷം അധികം കിട്ടും. ഇൻ കേസ് അത് നല്ല ഫണ്ടൊക്കെയാണ്. ഇപ്പോൾ പരാഗ്, HDFCയുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടും. എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പ് എൻഡ് ആയിട്ടുള്ള മിഡ് ക്യാപ്പും അതുപോലെ തന്നെ ഫ്ലെക്സി ക്യാപ്പും അതുപോലെ ലാർജ് ക്യാപ്പ് ഫണ്ടുകളൊക്കെ ഒന്ന് ചെയ്യണം എന്ന്, സ്മോൾ ക്യാപ്പൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് നമുക്ക് 2024 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഫണ്ടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞാൻ ഇടാം. എല്ലാ ഫണ്ടുകളും ഓൾമോസ്റ്റ് 50% എബോ ആണ്. 15, 20, 25, 30 ചില ഫണ്ടുകളുണ്ട്. വളരെ കുറച്ച് ഫണ്ടുകൾ മാത്രമാണ് എല്ലാ ഓൾ ഇയറിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 12 വരുന്നത്. എന്നാലും ആവറേജ് മ്യൂച്വൽ ഫണ്ട് എക്സ്പേർട്സ് ആവറേജ് പറയുന്നത് 12%. ഇൻ കേസ് ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി വന്നാൽ 5 ലക്ഷം അധികം കിട്ടും, 20 ലക്ഷം രൂപ കിട്ടും ഈ 15 വർഷം കൊണ്ട് സെയിം ഫിഗറിൽ. ഇനി രണ്ടാമത്തെ കേസ് വീണ്ടും നമ്മൾ ഇവിടത്തേക്ക് 12 തന്നെ നമ്മൾ തിരിച്ച് 12 തന്നെ കൊണ്ടുപോകുകയാണ്. അപ്പോൾ 12% തന്നെ ആക്കി. എന്നിട്ട് നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന 100 പകരം നമ്മൾ 200 രൂപയാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 lakh rupees കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷറി കാറൊക്കെ നമുക്ക് വാങ്ങിക്കാം. 30 lakhs ഒക്കെ ഉണ്ടെങ്കിൽ ലക്ഷറി കാർ വാങ്ങിക്കാൻ പറ്റും. അതർവൈസ് നിങ്ങൾക്ക് ഇനീഷ്യലി കൊടുക്കാനുള്ള ഡൗൺ പേയ്മെന്റ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒരു 9,000 സ്പെൻഡ് ചെയ്താൽ കൂടുതൽ കിട്ടും. ഇനി വേറൊരു കേസ് പറയാം. ഈ 3,000 rupees തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്, നമ്മളത് മാറ്റുന്നില്ല. പക്ഷേ നമ്മൾ സമയം എടുക്കുകയാണ്. നമ്മളൊരു 20 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് 20 lakh rupees ആയിട്ട് നമുക്ക് കിട്ടും. അവിടെ രണ്ടാമത്തെ ഒരു കേസും സംഭവിക്കും. അത് 15% നമുക്ക് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് 45 lakh ആയിട്ട് തുടരും. ഇനി നമുക്കത് 200 രൂപ വെച്ചിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ 90 ലക്ഷം രൂപ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ലക്ഷറി കാറ് ഫുള്ളി പെയ്ഡായിട്ട് നമുക്കൊരു BMW അല്ലെങ്കിൽ ഓഡിയോ ബെൻസോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഫുള്ളി പെയ്ഡ് കാർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കാറിന് വേണ്ടിയിട്ട് 100 രൂപ, 20 വർഷം കഴിഞ്ഞ് കാർ വാങ്ങാൻ പ്ലാനിട്ട് 100 രൂപ അതിന് വേണ്ടി മാറ്റി വെച്ചു ഡെയിലി. രണ്ടാമത്തെ കേസ്, എനിക്ക് 20 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വീട് കെട്ടാനുള്ള പ്ലാൻ ഉണ്ട്, 100 രൂപ അവിടെയും മാറ്റി വെച്ചു. ഇപ്പോൾ 200 രൂപയായി, മാസം 6,000 രൂപ മാറ്റി വെച്ചു. 20 വർഷം കഴിഞ്ഞ് പ്ലാൻ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ മക്കൾക്കും അല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പോൾ പാരൻ്റൊക്കെ, നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങളുടെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കണം. 100 രൂപ വീടിന് വേണ്ടി മാറ്റി വെക്കുക, 100 രൂപ കാറിന് വേണ്ടി വാങ്ങിക്കുക. ലക്ഷറി കാർ തന്നെ വാങ്ങിക്കണം. വാങ്ങിക്കുമ്പോൾ നിരത്തിലെ ഏറ്റവും വലിയ ലീഡറിന് തന്നെ വാങ്ങിക്കണം. ലക്ഷറി വീട് തന്നെ പണിയണം.
അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾക്ക് എത്ര ഫിഗർ ഉണ്ട് ആ ഫിഗറിനെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെറിയ ഫിഗർ ആക്കിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വരുമ്പോൾ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയും അന്ന് നമുക്ക് ഇതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചിന്തിച്ച് നോക്കുക, ഈ പറഞ്ഞ 100 രൂപ 200 രൂപ ഇന്ന് വലിയ എമൗണ്ട് ഒന്നല്ല, ഡെയിലി മാറ്റി വെക്കുക. 5 വർഷം കഴിയുമ്പോഴോ ഒന്ന് ചിന്തിച്ച് നോക്കുക. 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് 10 രൂപേനെ കാണുന്നില്ല, അത്രയും ഉണ്ടാവുള്ളൂ ഈ 100 രൂപയുടെ ഒക്കെ വില. 5-10 വർഷം കഴിയുമ്പോൾ അത്രയും ഉണ്ടാവുള്ളൂ, അത്രയും വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സാഹചര്യം എത്തുമ്പോൾ ഇതന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, കൂടുതലല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് വേറൊരു ട്രിക്ക് ഉപയോഗിക്കാം. ഈ 100 രൂപ എന്നുള്ളത് പതിയെ ഓരോ വർഷം കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ 10% കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്ലാൻ കൂടി സെറ്റ് ചെയ്യും. ഇപ്പോൾ 100 രൂപ ഡെയിലി. അടുത്ത വർഷം മുതൽ 110 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡെയിലി 110. പിറ്റത്തെ വർഷം ആകുമ്പോഴേക്ക് 120 രൂപ വെച്ച്, പിറ്റത്തെ വർഷം ആകുമ്പോൾ 130 രൂപ വെച്ചിട്ട് ഓരോ ദിവസം. അങ്ങനെ 10 വർഷം കഴിയുമ്പോഴേക്ക് 200 രൂപ വെച്ചിട്ട് ഡെയിലി. അങ്ങനെ ഒരു ലെവലിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റിയും കൂട്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാശുകാരൊക്കെ കാശിന് മുകളിൽ കാശ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവരൊന്നും ചെയ്യാതിരുന്നില്ല, ഇവരെ കാണുമ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവർ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇൻവെസ്റ്റേഴ്സാണ്. നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ മാറി പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്തിട്ട് അവർ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.